ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം കാണാതായതും സ്വർണ്ണപ്പാളി ചെമ്പായതുമെല്ലാം CPM-നും LDF-നും LDF സർക്കാരിനും ഒന്നിനു മുകളിൽ ഒന്നായി പ്രഹരം തീർത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇതിൽ നിന്നെല്ലാം എങ്ങനെ തലയൂരാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് CPM-നും മുഖ്യമന്ത്രിക്കും അടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ മകനെതിരെ ED സമൻസ് അയച്ചതിന്റെ രേഖകൾ കൂടി പുറത്തുവരുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് 2023 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നുവെന്ന വാർത്തയും അതുമായി ബന്ധപ്പെട്ട രേഖകളും CPM-നെ വീണ്ടും ഉലയ്ക്കുകയാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ എന്ന് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ പ്രസംഗിച്ചതുപോലെയൊന്നുമല്ല ഇനി കാര്യങ്ങൾ. ശബരിമലയും അയ്യപ്പന്റെ സ്വർണം കാണാതെ പോയതുമെല്ലാം ചേർന്ന് ഇപ്പോൾ ശരിക്കും ആടി ഉലഞ്ഞിട്ടുണ്ട്. കപ്പിത്താനടക്കം ഉലഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ലൈഫ് മിഷൻ കേസിൽ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇന്ന് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും അക്കാര്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. നേരത്തെ മകൾ വീണ വിജയനെതിരെ ആദായനികുതി തർക്ക പരിഹാര ബോർഡ് നടത്തിയ കണ്ടെത്തൽ 2 കമ്പനികൾ തമ്മിലെ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണ് എന്ന ന്യായീകരണമാണ് CPM നടത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ മകന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു ന്യായീകരണം നടത്തി കൈകഴുകാനാകില്ല. കാരണം ലൈഫ് മിഷൻ ഇടപാടിൽ സംസ്ഥാന സർക്കാരും UAE കോൺസുലേറ്റും പങ്കാളികളാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ ഈ കേസിൽ ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്തതാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കിരണിന്റെ സാമ്പത്തിക ഇടപാടുകൾ സമഗ്രമായി പരിശോധിക്കാനാണ് ED ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത്. അബുദാബിയിലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് മറ്റു ചിലരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം. ഇന്ത്യയിലും വിദേശത്തുമായി വിവേകിനുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ, അവ തുടങ്ങിയതു മുതലുള്ള വിശദമായ സ്റ്റേറ്റ്മെന്റ് എന്നിവ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ED അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദ് സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ED നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് RSS നേതാവിനെ ADGP ആയിരുന്ന MR അജിത് കുമാർ പോയി കണ്ടത് എന്ന ആരോപണവുമായി VD സതീശൻ രംഗത്തു വന്നത് CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മകന് നോട്ടീസ് നൽകിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മുഖ്യമന്ത്രിയും എന്തുകൊണ്ട് 2 വർഷം മറച്ചുവെച്ചു എന്നാണ് സതീശന്റെ ചോദ്യം. ലൈഫ് മിഷൻ കോടതിയിൽ പിണറായി വിജയന്റെ മകന് നോട്ടീസ് നൽകിയത് ED-യും മുഖ്യമന്ത്രിയും CPM-ഉം 2 വർഷം മറച്ചുവെച്ചു. പിണറായിയുടെ മകന് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് RSS നേതാവിനെ ADGP ആയിരുന്ന അജിത് കുമാർ കാണാൻ പോയത്. തൃശൂർ പൂരം കലക്കിയെന്നും തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ CPM സഹായിച്ചു എന്നുമുള്ള ആരോപണങ്ങൾ ഇതിന് പിന്നാലെയാണ് വരുന്നത്. ഇതെല്ലാം സെറ്റിൽമെന്റ് ആണ് എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സംഭവങ്ങളെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. 1ാം പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസും വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ക്രമക്കേടും കണ്ടെത്തിയതിന്റെ ഭാഗമായാണ് അന്ന് ED പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ചത് എന്നാണ് ലഭ്യമായ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന വിലാസത്തിൽ 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത്. അന്നത്തെ ED കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദാണ് സമൻസ് അയച്ചിരിക്കുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 ED-യുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു സമൻസിലെ ആവശ്യം. എന്നാൽ വിവേക് ഹാജരായില്ല. അതേ ഓഫീസിൽ 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്ന് രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തത് എന്നത് മറ്റൊരു വസ്തുത. KCZO/2023/769 എന്ന നമ്പറിലുള്ള സമൻസാണ് വിവേകിന് എത്തിയത്. സമൻസിലെ KCZO എന്നത് കൊച്ചി സോണൽ ഓഫീസ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ED-യുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ സംവിധാനം ഉപയോഗിച്ച് സമൻസിന്റെ ആധികാരികത പരിശോധിച്ചതിലും സമൻസ് വിവേകിന് തന്നെ ഉള്ളതാണ് എന്ന് വ്യക്തം. വെബ്സൈറ്റിലെ വെരിഫൈ യുവർ സമൻസ് എന്ന വിഭാഗത്തിൽ വിവേകിന്റെ പേര് സഹിതം വിവരങ്ങൾ ചേർത്തിട്ടുമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ അന്വേഷിക്കുന്ന കേസിൽ വിവേക് കിരണിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് കരുതുന്നതായും അതിനായി
2023 ഫെബ്രുവരി 14 രാവിലെ 10:30 ഓഫീസിൽ ഹാജരാകണം എന്നുമാണ് സമൻസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2-3 ഉപവകുപ്പുകൾ പ്രകാരമാണ് വിവേകും കേസിന്റെ ഭാഗമാകുന്നതും സമൻസ് അയക്കുന്നതും. രേഖകളും തെളിവുകളും ഹാജരാക്കുന്നതിന് വിളിച്ചുവരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതാണ് 2-ാം ഉപവകുപ്പ്. ഇതിനെ ജുഡീഷ്യൽ നടപടിക്രമത്തിന് തുല്യമായി കണക്കാക്കുന്നതാണ് 3-ാം ഉപവകുപ്പ്. ഇത് പ്രകാരം ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവയടക്കം ഹാജരാക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയും സമൻസിനൊപ്പം ഇഡി നൽകിയിരുന്നു. 2018 പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്നതായുള്ള കേസന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവേകിനെയും കേസിൽ ഉൾപ്പെടുത്തി നോട്ടീസ് അയച്ചത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭിച്ചതിന് കൈക്കൂലിയായി യൂണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഈപ്പൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും എം ശിവശങ്കരനുമായി 4.40 കോടി രൂപ നൽകിയെന്നാണ് ഇഡി കണ്ടെത്തൽ. നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനൊപ്പമാണ് ലൈഫ് മിഷനിലെ ക്രമക്കേടും ഇഡി അന്വേഷിച്ചത്. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ശിവശങ്കറിന്റെ അറസ്റ്റ് വരെ നീണ്ട ലൈഫ് മിഷൻ അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്ലിഫ് ഹൗസിലേക്കും മുഖ്യമന്ത്രിയുടെ മകനിലേക്കും വരെ എത്തിയിരുന്നു എന്നാണ് സമൻസിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന വിവേകിനെതിരെ ഇഡി പിന്നീട് എന്ത് നടപടിയെടുത്തുവെന്ന് വ്യക്തതയില്ല. അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ വിവരങ്ങൾ UAE അധികൃതരിൽ നിന്ന് ഇഡി തേടിയിരുന്നതായും സൂചനയുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് ഇന്നും വ്യക്തമല്ല. മുഖ്യമന്ത്രിയുടെ മകന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡി നോട്ടീസ് അയച്ചിരുന്നുവെന്ന വിവരം കൂടി പുറത്തു വരുന്നതോടെ അത് LDFനെയും സർക്കാരിനെയും ചെറുതായൊന്നുമല്ല വിറപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം കാര്യക്ഷമമായി ഇടപെട്ടാൽ സർക്കാരിനെതിരെ വലിയൊരു ആയുധമായി ഇതെല്ലാം ഉപയോഗിക്കാനുമാകും. അതിന്റെ ഗുണം വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFനും പ്രതിപക്ഷത്തിനും ലഭിക്കുകയും ചെയ്യും. അതേസമയം എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസം സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഭക്തരുടെ വിശ്വാസത്തിൽ മണ്ണ് കലക്കുന്ന സംഭവങ്ങളാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുന്നത്. അയ്യപ്പന്റെ സ്വർണം ഇതേ സർക്കാരിന്റെ കാലത്ത് അപഹരിക്കപ്പെട്ടുവെന്ന വിവാദങ്ങളോട് നീതിപൂർവം പ്രതികരിക്കാനോ ഫലപ്രദമായി പ്രതിരോധിക്കാനോ ന്യായീകരിക്കാനോ പോലും LDFനും സർക്കാരിനും സാധിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ മന്ത്രിയാകട്ടെ ക്രമക്കേട് നടന്നത് കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ കാലത്താണ് എന്ന് പറഞ്ഞ് പ്രതിസന്ധി ഇരട്ടിയാക്കുകയും ചെയ്തു. LDF ആകമാനം പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഒന്ന് നിവർന്നു നിന്ന് ന്യായീകരിക്കാൻ പോലും LDF മുന്നണിയിലെ ഒരു ഘടകകക്ഷിക്കും സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം അപഹരിക്കപ്പെട്ടുവെന്നത് ആർക്കും തർക്കമില്ലാതെ സ്ഥിരീകരിക്കപ്പെട്ട സ്ഥിതിക്ക് സർക്കാരും LDFും ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഉദ്യോഗസ്ഥരാണോ സ്വർണം കടത്താൻ കൂട്ടുനിന്നത് എന്നും അതോ ദേവസ്വം ബോർഡിനും ഇക്കാര്യത്തിൽ അറിവുണ്ടോ എന്നതും ഇനിയും തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകാൻ സാധിക്കില്ല എന്ന് മുന്നണിക്കും സർക്കാരിനും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മന്ത്രിമാരോ LDF മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIയോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനും മുതിർന്നിട്ടില്ല എന്നും ഓർക്കണം. പാർട്ടിയുടെ പ്രതിരോധം മോശമാണ് എന്ന വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത് മാത്രമാണ് എടുത്തു പറയാവുന്ന ഒരു പ്രതിരോധം. ദേവസ്വം മന്ത്രി VN വാസവൻ മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയത്. അത് തന്നെ ഒരുതരം തുറന്നു പറച്ചിലായിരുന്നു. 2019 തെറ്റുപറ്റിയെന്ന മന്ത്രി VN വാസവന്റെ പരസ്യമായ പ്രഖ്യാപനം CPM എന്ന പാർട്ടിയുടെ കുമ്പസാരം കൂടിയാണ്. ചരിത്രത്തിലാദ്യമായി വിശ്വാസ സംരക്ഷണം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ഒരു മുന്നണി വിശ്വാസികളുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന ഇത്തരം തിരിമറികളോട് എങ്ങനെ പ്രതികരിക്കണമെന്നോ എങ്ങനെ അണികളെയും അനുഭാവികളെയും പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ അറിയാതെ നട്ടം തിരികെയാണ് ഇപ്പോൾ എന്ന് വ്യക്തം.